അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 18ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമുക്ക് ആദ്യമായി ഖിറാഅത്ത് ഒന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. ഇനി നമുക്ക് ആ വചനങ്ങളുടെ അർത്ഥവും വിശദീകരണമൊക്കെ നോക്കാം. ആദ്യമായി 11ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അതാകുന്നു വലിയ വിജയം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, ആമനു വിശ്വസിച്ചവരായ. അപ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവരായ ഒരു വിഭാഗം ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. അപ്പോൾ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ, ലഹും അവർക്കുണ്ട്, ജന്നാത്തുൻ സ്വർഗത്തോപ്പുകളുണ്ട്, തജ്രി ഒഴുകുന്ന, മിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്ത് കൂടി, അഥവാ മിൻ തഹ്തി ജന്നാത്തിൻ ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന, എന്തൊഴുകുന്ന, അൽ അൻഹാർ തജ്രി അൽ അൻഹാർ അരുവികൾ ഒഴുകുന്ന. അപ്പൊ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. ദാലിക അതാകുന്നു അൽ ഫൗസുൽ കബീർ വലിയ വിജയം അല്ലെങ്കിൽ വലിയ ഭാഗ്യം. ഇനി നമുക്കതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഇമാം തബരി റഹ്മഹുല്ല പറയുകയാണ്, ഇന്നല്ലദീന അഖറു ബിതൗഹീദില്ലാഹി വഹും ഹൗലാഇൽ ഖൗം അല്ലദീന ഹറകഹും അസ്ഹാബുൽ ഖുദൂദ് വഗൈറുഹും മിൻ സാഇരി അഹ്ലി തൗഹീദ്. അഥവാ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നോക്കുകയാണെങ്കിൽ, തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചത് അസ്ഹാബുൽ ഉഖ്ദൂദ് നശിപ്പിച്ചു കളഞ്ഞ ഒരു വിഭാഗം വിശ്വാസികളെ സംബന്ധിച്ചാണ്. കിടങ്ങിന്റെ ആളുകൾ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ വിശ്വാസികളെ കുറിച്ച്. അപ്പൊ ആ വിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വിശ്വാസികളുടേത് മാത്രമല്ല, അതല്ലാത്ത അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത എല്ലാ ആളുകളെയും ഈ വചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ യഖൂലു വഅമിലു ബിതഅത്തില്ലാഹ് വഅതമറു ലിഅംരിഹി അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട്, വൻതഹു അമ്മാ നഹാഹും അൻഹു അല്ലാഹു അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിലേക്കൊന്നും ജീവിതത്തെ വഴി തെറ്റിച്ച് നടത്താതെ കൃത്യമായി മുന്നോട്ട് നയിച്ചയാളുകളാണ് യഥാർത്ഥ വിജയികൾ എന്നാണ് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ടായിരിക്കുന്നതാണ്. അഥവാ ലഹും ഫിൽ ആഖിറതി ഇൻദല്ലാഹി ബസാതീൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വൽ ഖംർ വൽ ലബൻ വൽ അസൽ. അഥവാ ഇതെല്ലാം തന്നെ പരലോകത്തായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അത് അല്ലാഹുവിന്റെ അരികിൽ അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. നദികളുണ്ട്, അരുവികളുണ്ട് എന്ന് പറഞ്ഞത് ഖംറിന്റെയും മദ്യത്തിന്റെയും അതേപോലെ തന്നെ പാലിന്റെയും തേനിന്റെയും ചേരുവകൾ അടങ്ങിയ അരുവികൾ റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ്. ശേഷം പറഞ്ഞു, ദാലികൽ ഫൗസുൽ കബീർ ഇതാകുന്നു ഏറ്റവും വലിയ വിജയം. അഥവാ ഹാദല്ലദീ ഹുവ ലിഹൗലാഇൽ മുഅ്മിനീന ഫിൽ ആഖിറ വിശ്വാസികളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർക്ക് ലഭിക്കുന്ന ഈയൊരു സൗഭാഗ്യം, അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. കാരണം ഇത്രയും കാലം അവർ
ജീവിതത്തെ കൃത്യമായി വെട്ടിമുറിച്ച് ദീനിനെ ആധാരമാക്കിക്കൊണ്ട് അത് അവർ നയിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ റിസൾട്ട് ലഭിക്കുന്നത് ആ ഒരു സന്ദർഭത്തിലായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അതിനപ്പുറത്തേക്ക് അവർക്കിനി ഒന്നും ലഭിക്കാനില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വൽതമസു ബിഈമാനിഹിം ബില്ലാഹി ഫിദ്ദുനിയ വഅമലുഹും ബിമാ അമറഹുമുല്ലാഹു ബിഹി ഫീഹാ വറദീഹി മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയും അവന്റെ തൃപ്തിയും എല്ലാം പരിഗണിച്ച് അതിനനുസരിച്ച് ജീവിച്ചതുമെല്ലാം ഈ ഒരു കാര്യം അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. അതവർക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദാലിക്കൽ ഫൗസുൽ കബീർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് കാണാം, ലമ്മാ ദക്കറ ഇഖാബൽ മുജ്രിമീന ദക്കറ സവാബൽ മുഅ്മിനീൻ. ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം മുജ്രിമീങ്ങളായുള്ള കുറ്റവാളികളായുള്ള ആളുകളുടെ ശിക്ഷയെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ദക്കറ സവാബൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചും അവർക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നൽകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ചുമെല്ലാം ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു രീതി എന്നുള്ളത് വഹാദിഹി ഹിയ ത്വരീഖത്തുൽ മുത്തബഅ ബിമാ യുറാദു ബിഹി തർഗീബ് വതർഹീബ്, അഥവാ ഒരു കാര്യം പറഞ്ഞ് അതിന്റെ മറുവശം പറയുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. പരസ്പര സാദൃശ്യമുള്ള കാര്യങ്ങൾ ചേർത്തിക്കൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആനിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് സൂറത്തു സുമറിലെ 23-ാമത്തെ വചനത്തിൽ മസാനിയ എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചിട്ടുള്ളത്. അഥവാ തുദ്കറു ഫീഹിൽ മആനി അൽ മുതഖാബില, പരസ്പര സാദൃശ്യമുള്ള ആശയങ്ങൾ എപ്പോഴും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആനിന്റെ ശൈലി ഉണ്ടായിരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഫയദ്കറു ഫീഹി അദാബു അഹ്ലിൻ നാർ വനഈമു അഹ്ലിൽ ജന്ന, അഥവാ സ്വർഗക്കാരുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ നരകക്കാരെ സംബന്ധിച്ചും അള്ളാഹു പരാമർശിക്കുന്നുണ്ടാവും. നേരെ തിരിച്ചും നരകക്കാരെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ കുറച്ചപ്പുറത്ത് തന്നെ സ്വർഗക്കാരെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്നുണ്ടാവും. സിഫാത്തുൽ മുഅ്മിനീൻ വ സിഫാത്തുൽ കാഫിരീൻ, മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന ആ ഒരു വേളയിൽ തന്നെ കാഫിരീങ്ങളുടെ വിശേഷണവും അള്ളാഹു അവിടെ ചേർത്ത് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ്, അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മിൻ അജ്ലി അൻ യകൂനൽ ഇൻസാൻ, മനുഷ്യൻ എപ്പോഴും സായിറൻ ഇലല്ലാഹി തആല ബൈനൽ ഖൗഫി വർ-റജാ, എപ്പോഴും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഖൗഫിനും റജാഇനും ഇടയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഖൗഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടി ഉണ്ടായിരിക്കണം, അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്ന പേടി മനുഷ്യനുണ്ടായിരിക്കണം. വർ-റജാ, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പേടിക്കും പ്രതീക്ഷയ്ക്കും ഇടയിലായിരിക്കണം വിശ്വാസികളുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. എപ്പോഴും ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. അഥവാ അള്ളാഹിനെ പേടി ഉണ്ടായിരിക്കും, പക്ഷെ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷയും ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഇന്നൽ ലദീന ആമനു, തീർച്ചയായും വിശ്വാസികളായുള്ള ആളുകൾ, അഥവാ ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആമനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി ഫഇന്ന ഹാദാ ഹുവൽ ഈമാൻ, അഥവാ അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും അന്ത്യനാളിലും ഖദറിലും അതിന്റെ നന്മയിലും തിന്മയിലും എല്ലാം വിശ്വസിച്ച ഈമാനിന്റെ എല്ലാ കാര്യങ്ങളിലും യാതൊരു സംശയക്കും ഇടയില്ലാത്ത വിധം കൃത്യമായി വിശ്വാസം വെച്ച് പുലർത്തിയ ആളുകൾ, അവരാണ് ഇന്നൽ ലദീന ആമനു എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുക എന്നാണ്. അതേപോലെ തന്നെ അതിന്റെ ശേഷം പറഞ്ഞു വഅമ്മാ ഖൗലുഹു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരായ ആളുകൾ എന്ന് പറഞ്ഞു. ഫൽ മുറാദു അമിലു അൽ അഅ്മാല സ്സാലിഹ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുകയുള്ളൂ. എപ്പോഴാണ് ഒരു കർമ്മം സൽക്കർമ്മമായി മാറുന്നത്? വൽ അഅ്മാലു സ്സാലിഹതു ഹിയല്ലതി ബുനിയത് അലൽ ഇഖ്ലാസി ലില്ലാഹി വത്തിബാഇ ശരീഅത്തില്ലാഹ്, അഥവാ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായി കൊണ്ടായിരിക്കണം ആ ഒരു കർമ്മം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇത്തിബാഉ ശരീഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ മതനിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ടായിരിക്കണം ആ ഒരു കർമ്മം ചെയ്യേണ്ടത്. അപ്പോഴാണ് കർമ്മം സൽക്കർമ്മമായി മാറുന്നത് എന്നാണ്.
എന്നാൽ ഫമൻ അമില അമലൻ അശ്റക ബിഹി മഅല്ലാഹി ഗൈറഹു ഫഅമലുഹു മർദൂദുൻ അലൈഹി, അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് കോട്ടം സംഭവിച്ചാൽ, ഒന്നാമത്തേത് ഇഖ്ലാസാണ് പറഞ്ഞത്, ആ ഇഖ്ലാസിന് വൈരുദ്ധ്യമായിക്കൊണ്ട് കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അതിൽ അവർക്ക് പങ്ക് നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അത് മർദൂദുൻ അലൈഹി, അല്ലാഹു സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, അല്ലാഹു പറഞ്ഞു തരികയാണ്, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും ശിർക്കിൽ നിന്നുമെല്ലാം ധന്യനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി, എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ, തറക്തുഹു വശിർക്കഹു, അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുന്നതാണ്, ഒഴിവാക്കുന്നതാണ് എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദീനിൽ നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മമായിരിക്കണം എന്നതാണ്. فإن من عمل عملا ليس على شريعة الله فإنه باطل مردود, ദീനിലില്ലാത്ത ഒരു കാര്യമാണ്, പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല അത് അല്ലാഹു സ്വീകരിക്കുകയില്ല, തള്ളപ്പെടേണ്ടതായിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും ദീനായി കൊണ്ടാടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. ഇമാം മുസ്ലിമും ബുഖാരിയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഒത്തെങ്കിൽ മാത്രമേ ഒരു കർമ്മം സൽക്കർമ്മമായി മാറുകയുള്ളൂ, അമലു സ്വാലിഹായി പരിഗണിക്കുകയുള്ളൂ എന്നാണ്. ഇനി നമുക്ക് 12ാമത്തെ വചനത്തിലേക്ക് കടക്കാം. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, തീർച്ചയായും നിന്റെ റബ്ബിന്റെ പിടുത്തം അല്ലെങ്കിൽ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് അത് ഏറെ കഠിനമായത് തന്നെയാണ്. ഇന്ന എന്നാൽ തീർച്ചയായും, ബത്ഷ് എന്ന് പറഞ്ഞാൽ പിടുത്തം, അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയാണ്. റബ്ബിക നിന്റെ റബ്ബിന്റെ, അപ്പൊ നിന്റെ റബ്ബിന്റെ ശിക്ഷ അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ പിടുത്തം ലശദീദുൻ ഏറെ കഠിനമായത് തന്നെയാണ്. 13ാമത്തെ വചനം, ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, തീർച്ചയായും അവൻ തന്നെയാണ് ആദ്യമുണ്ടാക്കുകയും വീണ്ടും ആവർത്തിച്ചുണ്ടാക്കുകയും ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിന്റെ ആദ്യകാരനും അത് വീണ്ടും തുടർച്ചയായി ചെയ്യുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ്. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ, ഹുവ അവൻ തന്നെയാണ്, യുബ്ദിഉ ആദ്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നത്, വയുഈദു അത് ആവർത്തിച്ചുണ്ടാക്കുന്നതും അല്ലെങ്കിൽ മടക്കി ഉണ്ടാക്കുന്നതും. 14ാമത്തെ വചനം, വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാകുന്നു. വഹുവ അവനാകുന്നു, അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവൻ, അൽ വദൂദ് ഏറെ സ്നേഹമുള്ളവൻ അല്ലെങ്കിൽ തന്റെ അടിമകളോട് ഏറെ താല്പര്യമുള്ളവൻ. 15ാമത്തെ വചനം, ദുൽ അർശിൽ മജീദ്, അർശ് അല്ലെങ്കിൽ സിംഹാസനമുള്ളവനും മഹത്വമേറിയവനുമാകുന്നു. ദുൽ അർശ് എന്ന് പറഞ്ഞാൽ അർശുള്ളവൻ. ദു എന്ന പദം ഉള്ളത് എന്നറിയിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു പദം ഉപയോഗിക്കാറുള്ളത്. ദുൽ അർശ് അർശുള്ളവൻ, അൽ മജീദ് മഹത്വമേറിയവനാണ് അല്ലെങ്കിൽ യോഗ്യതയുള്ളവനാണ്. ഫഅാലുൽ ലിമാ യുരീദ് 16ാമത്തെ ആയത്താണ്. ഫഅാലുൽ ലിമാ യുരീദ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ശരിക്കും പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ അത് കൃത്യമായി ഒരു ന്യൂനതയും ഇല്ലാത്ത വിധം പ്രവർത്തിക്കുന്നവനാണ്. ഫഅാലുൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ അത് ഒരു വീഴ്ചയും ഇല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനാണ്. ലിമാ യുരീദ് താൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, സുമ്മ ഖാല തആല ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അഥവാ അതിന്റെ ഉദ്ദേശം ഇന്ന ബത്ഷഹു തീർച്ചയായും അല്ലാഹുവിന്റെ പിടുത്തം, വൻതിഖാമഹു അല്ലാഹുവിന്റെ ശിക്ഷ, മിൻ അഅദാഇഹി അല്ലദീന കദ്ദബു റുസുലഹു വഖാലഫു അംറഹു, അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാർക്കെതിരെ പ്രവർത്തിച്ചവരോടും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചവരോടുമെല്ലാം അല്ലാഹു നടപ്പാക്കുന്ന ശിക്ഷ അത് ലശദീദുൻ അദീമുൻ ഖവിയ്യുൻ ഏറെ ശക്തമായുള്ളതാണ്, അത് ഏറെ കഠോരം തന്നെയാണ് എന്നാണ്. ഫഇന്നഹു തആല ദുൽ ഖുവ്വത്തിൽ മതീൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശക്തിയും പ്രൗഢിയുമുള്ളവനാണ്. അല്ലദീ മാ ശാഅ കാന കമാ യശാ ഫി മിസ്ലി ലംഹിൽ ബസർ, ഏതൊരു ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അത് അതിസൂക്ഷ്മമായി അറിയുവാനും ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിന്റെ നീതി കൃത്യമായി നടപ്പാക്കുവാനും കഴിവുള്ളവനാണ്.
ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് ഐ മിൻ ഖുവ്വതിഹി വ ഖുദ്റതിഹി അത്താമ്മ യുബ്ദിഉൽ ഖൽഖ സുമ്മ യുഈദുഹു കമാ ബദഅ ബിലാ മുമാനിഇൻ വലാ മുദാഫിഇൻ. അഥവാ ഒരു തടസ്സമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ഇല്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവും അവന്റെ ശക്തിയുമെല്ലാം ഉപയോഗിച്ച് സൃഷ്ടിപ്പ് ആരംഭിച്ചിരിക്കുന്നു. അത് തുടർത്തിക്കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുന്നുണ്ട് എന്നാണ്. അതിന് യാതൊരു തടസ്സങ്ങളും അവനെ ബാധിക്കുന്നില്ല. അടുത്ത ആയത്ത് വഹുവൽ ഗഫൂറുൽ വദൂദ് ഐ യഗ്ഫിറു ദംബ മൻ താബ ഇലൈഹി വഖദഅ ലദൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിനയാന്വിതനായിക്കൊണ്ട് അവങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഏതൊരാളുടെ പാപവും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അത് വലൗ കാന ദംബു മിൻ അയ്യി ഷൈഇൻ കാന, ആ പാപം എത്ര വലിയ പാപമായാലും ഏത് പാപമായാലും ശരി അല്ലാഹു അത് അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ്. അതാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവെ പോലുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, വഹുവൽ ഹബീബ്, അഥവാ അവൻ തന്റെ അടിമകളോട് ഏറെ പ്രിയപ്പെട്ടവനാണ്, തന്റെ അടിമകളെ ഏറെ സ്നേഹിക്കുന്നവരാണ് എന്നാണ്. സുൽ അർശിൽ മജീദ്, സുൽ അർശ് എന്ന് പറഞ്ഞാൽ ഐ സാഹിബുൽ അർശ്, അർശുള്ളവൻ അല്ലെങ്കിൽ അർശിന്റെ ഉടമസ്ഥനായുള്ളവൻ എന്നർത്ഥമാണ്. അർശ് എന്ന് പറഞ്ഞാൽ വഹുവൽ മുഅല്ലം അൽ ആലി അലാ ജമീഇൽ ഖലായിക്, മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാളും മീതെയുള്ള ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. അൽ മജീദ് എന്ന് പറഞ്ഞാൽ മഹത്വമേറിയവൻ അല്ലെങ്കിൽ യോഗ്യതയുള്ളവൻ എന്നൊരർത്ഥമാണ് അതിന് മലയാളത്തിൽ നൽകപ്പെടുക. ഇവിടെ മജീദ് എന്നതിന് രണ്ട് ഖിറാഅത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ട് രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. ഒന്നാമത്തേത് അർ റഫ് അഥവാ അൽ മജീദു എന്ന് ദാലിന് റഫ് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ റഫ് നൽകപ്പെടുകയാണ് എങ്കിൽ അത് സിഫത്തുൻ ലിർറബ്ബ്, അല്ലാഹുവിന്റെ വിശേഷണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അൽ മജീദി എന്ന് ജറായിക്കൊണ്ട് പറയുകയാണെങ്കിൽ അല അന്നഹു സിഫത്തുൻ ലിൽ അർശ്, അർശിന്റെ വിശേഷണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ മഹത്വമേറിയ അർശ് എന്നൊരർത്ഥമാണ് അവിടെ വരിക. മജീദു എന്ന് ലമ്മോട് കൂടി റഫോട് കൂടി പറയുകയാണ് എങ്കിൽ മഹത്വമേറിയവൻ എന്ന് അള്ളാഹുവിന്റെ വിശേഷണമായിക്കൊണ്ടാണ് നൽകപ്പെടേണ്ടത്. രണ്ട് രീതിയിലും ഖിറാഅത്ത് സ്വഹീഹായി വന്നിട്ടുണ്ട്. രണ്ടും അർത്ഥം വൈരുദ്ധ്യമില്ലാത്ത രീതിയിൽ ഖിറാഅത്ത് നടത്താവുന്നതാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വകിലാഹുമാ മഅനൻ സ്വഹീഹുൻ, രണ്ടും ശരിയായ ആശയമാണ് എന്നാണ്. അടുത്ത വചനം ഫഅാലുൽ ലിമാ യുരീദ് ഐ മഹ്മാ അറാദ ഫിഅലഹു ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, അഥവാ താൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ മഹ്മാ അറാദ ഫിഅലഹു, ഏതൊരു കാര്യം ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാലും ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, അവന്റെ വിധിക്ക് തടസ്സം നിൽക്കുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. വലാ യുസ്അലു അമ്മാ യഫ്അൽ, താൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുവാനും ആരും ഉണ്ടായിരിക്കുകയില്ല. ലിഅദമതിഹി വഖഹ്രിഹി വഹിക്മതിഹി വഅദലിഹി, അല്ലാഹുവിന്റെ അലമത്ത്, അല്ലാഹുവിന്റെ ശക്തിയും അതേപോലെ തന്നെ പ്രൗഢിയുമെല്ലാം പരിഗണിച്ചുകൊണ്ട് അവനെ ചോദ്യം ചെയ്യുവാൻ മറ്റൊരാൾക്കും അധികാരമില്ല. അതേപോലെ തന്നെ അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായും ഹിക്മത്തോടു കൂടിയായിരിക്കും. വഅദലിഹി, അത് പരിപൂർണമായും നീതിയുക്തവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുവാൻ മറ്റൊരാൾക്കും അർഹതയുണ്ടായിരിക്കുകയില്ല എന്നതാണ്. ഇനി അവസാനമായി ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണം കൂടി നമുക്ക് നോക്കാം. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് എന്ന് പറഞ്ഞാൽ ഫബത്ഷുല്ലാഹി യഅനി ഇന്തിഖാമുഹു വഅഖ്ദുഹു ശദീദുൻ അദീമുൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഖ്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബത്ഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പിടുത്തമാണ് എന്നതാണ്. അത് അദീമുൻ ശദീദുൻ, ശക്തമായുള്ളതാണ്, ഒരാൾക്കും തന്നെ സഹിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും വലാകിന്നഹു ലിമൻ യസ്തഹിഖു ദാലിക്, അല്ലാഹു എല്ലാവരെയും ശിക്ഷിക്കുകയില്ല, എല്ലാവരെയും പിടികൂടുകയില്ല. മറിച്ച് യസ്തഹിഖു ദാലിക്, അത് ആരെയാണോ പിടിക്കേണ്ടത് അവനെ മാത്രമേ അല്ലാഹു ശിക്ഷിക്കുകയുള്ളൂ. അഥവാ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നവരെ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ. എന്നാൽ മൻ ലാ യസ്തഹിഖ്, അതിന് അർഹതയില്ലാത്ത അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകാത്തവരെ ഒരിക്കലും തന്നെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ദാലിക ഫഇന്ന റഹ്മത്തുല്ലാഹി തആല ഔസ, കാരണം അള്ളാഹുവിന്റെ കാരുണ്യം അത് അത്രയും വിശാലമാണ്. മാ അക്സറ മാ യഅഫുല്ലാഹ് അൻ ദുനൂബ്, അഥവാ അള്ളാഹു പുറത്തു കൊടുക്കുന്ന എത്ര എത്ര പാപങ്ങളാണുള്ളത്. അള്ളാഹു മറച്ചു വെക്കുന്ന എത്ര എത്ര ന്യൂനതകളാണുള്ളത്.
മാ അക്സറ മാ യദ്ഫഉല്ലാഹു മിനൻ നിഖം, അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വെക്കുന്ന എത്ര ശിക്ഷകളാണുള്ളത്. വമാ അക്സറ മാ യജ്രി മിനൻ നഅം, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന എത്ര അനുഗ്രഹങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം എത്രയോ വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്യായമായി കൊണ്ടൊരാളെയും ശിക്ഷിക്കുകയും ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ച് ജീവിതം ഭംഗിയായി മുന്നോട്ട് നയിക്കുന്ന ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുകയില്ല. നന്മയിൽ മുന്നേറുന്ന ഒരാളുടെയും നന്മ അള്ളാഹു പാഴാക്കി കളയുകയും ഇല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾക്കൊരു പരിഗണനയും നൽകാതെ അള്ളാഹുവിനെ തീർത്തും ധിക്കാരിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലകിൻ ഇദാ അഖദൽ ളാലിമ ലം യുഫ്ലിതഹു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അക്രമിയെ പിടികൂടുകയാണെങ്കിൽ അവൻ നശിച്ചതിന് തുല്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്നല്ലാഹ ലയുംലി ലിൽ ളാലിം, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അക്രമിയെ പിടികൂടി കഴിഞ്ഞാൽ ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതഹു, അവനെ നശിപ്പിച്ചു കളയും വിധം അല്ലാഹു അവനെ പിടികൂടുന്നതായിരിക്കും എന്നാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഹൂദിലെ 102-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുന്നതായും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പട്ടണ നിവാസികളെ പിടികൂടിയ രംഗമാണ് ആ വചനത്തിൽ അല്ലാഹു ചിത്രീകരിക്കുന്നത്. വഹിയ ളാലിമത്തുൻ, അവർ അക്രമികളായുള്ള ആളുകളായിരുന്നു. ഇന്ന അഖ്ദഹു അലീമുൻ ശദീദുൻ, അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ പിടി അത് അലീമുൻ ശദീദുൻ, ഏറെ വേദനാജനകമായുള്ളതും ശക്തമായുള്ളതും തന്നെയായിരുന്നു. അടുത്ത വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് തുടങ്ങുന്നവനും അത് ആവർത്തിക്കുന്നവനും അവൻ തന്നെയാണ്. യഅനി അന്നൽ അംറ ഇലൈഹി ഇബ്തിദാഅൻ വ ഇആദതൻ, ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് തന്നെയാണ്, അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും അവനിലൂടെ തന്നെയാണ്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൂറത്ത് റൂമിലെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചവൻ, അവൻ തന്നെയാണ് അത് ആവർത്തിക്കുന്നവനും. അപ്പൊ ഫഹുവല്ലദീ ബദഅൽ അശ്യ, ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ തുടക്കം അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെയാണ്. വ ഇലൈഹി തൻതഹിൽ അശ്യ, അവങ്കലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മടങ്ങിച്ചെല്ലുന്നത്. അൽ അശ്യാഉ മിൻഹു വ ഇലൈഹി, അപ്പൊ അവനിൽ നിന്നാണ് എല്ലാം ഉള്ളതും അവനിലേക്ക് തന്നെയാണ് എല്ലാം തിരിച്ചെത്തുന്നതും. അത് കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല, ഫി കുല്ലി ഷൈഇൻ, ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. അൽ ഖൽഖു മിനല്ലാഹി വ ഇലൈഹി, സൃഷ്ടിപ്പും അല്ലാഹുവിൽ നിന്നാണ് അല്ലാഹുവിലേക്ക് തന്നെയാണ്. അശ്ശറാഇഉ മിനല്ലാഹി വ ഇലൈഹി, നിയമങ്ങളും അല്ലാഹുവിൽ നിന്ന് തന്നെയാണ് അല്ലാഹുവിലേക്ക് തന്നെയാണ്. കുല്ലുൽ ഉമൂർ മിനല്ലാഹി വ ഇലൈഹി, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം അവങ്കിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് യുബ്ദിഉ, അവൻ ആരംഭിക്കുന്നത് എന്ന്. മറിച്ച് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത് എന്നവിടെ പ്രത്യേകമാക്കി പറഞ്ഞിട്ടില്ല. വലം യദ്കുർ മല്ലദീ യുബ്ദിഉ, എന്താണ് തുടങ്ങുന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് യുബ്ദിഉ എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. യുബ്ദിഉ കുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും, വയുഈദു കുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും ആവർത്തിക്കുന്നതും മടങ്ങുന്നതും എല്ലാം അവങ്കിലേക്ക് തന്നെയാണ്. എന്നിട്ട് ശേഷം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫഅൻത യഅരിഫ് അസ്ലക മിൻ ഐന അൻത, നീ നിന്റെ അടിസ്ഥാനം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നീ എവിടെ നിന്ന് വന്നു. വ അന്നക ബതദഅത മിൻ അദം, ഇല്ലായ്മ എന്നൊരവസ്ഥയിൽ നിന്നും നീ ഉള്ളവനായി വന്നു. വഅരിഫ് മുൻതഹാക വ ഗായതക, നിന്റെ ലക്ഷ്യവും നിന്റെ തിരിച്ചുപോക്കും എങ്ങോട്ടേക്കാണ്. വ അന്ന ഗായതക ഇലല്ലാഹ്, യാതൊരു സംശയവുമില്ല നിന്റെ ലക്ഷ്യം അത്, അല്ലെങ്കിൽ നിന്റെ മടക്കം അത് റബ്ബിങ്കിലേക്ക് തന്നെയാണ്. അപ്പോ ആയത്തിൽ പറഞ്ഞത് പ്രകാരം നമ്മുടെ സൃഷ്ടിപ്പാകട്ടെ, നമ്മുടെ മടക്കമാകട്ടെ, നമ്മുടെ ഏതൊരു കാര്യവുമാകട്ടെ, എല്ലാം തന്നെ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ്. ശേഷം അല്ലാഹു പറയുന്നു വഹുവൽ ഗഫൂറുൽ വദൂദ്, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാകുന്നു. യഅനി ദൽ മഗ്ഫിറ, അഥവാ അല്ലാഹു പാപങ്ങൾ പൊറുക്കാൻ താല്പര്യപ്പെടുന്നവനാണ്. വൽ മഗ്ഫിറത്തു, അവിടെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ സത്റു ദംബ് വൽ അഫ്വു അൻഹു, അടിമയിൽ വന്നുപോയ വീഴ്ചകൾ മറച്ചു വെക്കുന്നവൻ, അല്ലെങ്കിൽ അല്ലാഹു അത് വിട്ടുകൊടുക്കുന്നവൻ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ അത് കേവലം മറച്ചുവെക്കൽ മാത്രമല്ല, ഫലൈസത്തിൽ മഗ്ഫിറത്തു സത്റു ദംബ് ഫഖത്ത്, മറിച്ച് അതിന്റെ അപ്പുറം ബൽ സത്റുഹു വ അദ്മുൽ മുആഖദതു അലൈഹി, അത് അതിന്റെ കാരണത്താൽ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതുകൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ തൗബ ചെയ്യുകയാണ് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതായിരിക്കും.
അത് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണത്താൽ പരലോകത്ത് അവനെ അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല എന്നാണ്. ഒരു സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നല്ലാഹു യഖ്ലു ബിഅബ്ദിഹിൽ മുഅ്മിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുമായി ഒഴിഞ്ഞിരിക്കുന്നതാണ്. വയുഖദ്ദിറുഹു ബിദുനൂബിഹി ഹത്താ യുഖിറ ബിഹാ വയഅതരിഫ്, അവരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾ അല്ലാഹു അവനെ ബോധ്യപ്പെടുത്തുകയും അത് അവന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അവസാനം അത് വയഅതരിഫ്, അവൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു അത് എന്നിട്ട് ശേഷം ആ വ്യക്തിയോട് പറയും, ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ദുനിയാവിൽ നിനക്ക് ഞാനത് മറച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാനത് നിനക്കിതാ പുറത്തു തരുന്നു എന്ന് അവനോട് പറയുന്നതായിരിക്കും എന്നാണ്. അപ്പൊ വിശ്വാസികൾ തൗബ ചെയ്താൽ അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആ പാപങ്ങൾ നിമിത്തം അവനെ പിടികൂടുകയില്ല എന്നുള്ളതാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിൽ പ്രതിപാദിച്ച അല്ലാഹുവിന്റെ നാമം അൽ വദൂദ് എന്നുള്ളതാണ്. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ ഖാലിസുൽ മഹബ്ബ, സ്വച്ഛമായ സ്നേഹമുള്ളവൻ, ഇഷ്ടമുള്ളവൻ എന്നൊരർത്ഥമാണ് അതിനുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ അടിമകളോട് ഏറെ സ്നേഹമുള്ളവനാണ്, പ്രിയമുള്ളവനാണ്, അവരോട് ഏറെ ഇഷ്ടമുള്ളവനാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം അല്ലാഹു അവന്റെ ആധിപത്യത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശാലമായുള്ള അധികാരത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയാണ് അടുത്ത വചനത്തിലൂടെ ചെയ്യുന്നത്. സുമ്മ ബയ്യന അളമതഹു വതമാമ സുൽത്താനിഹി ഫീ ഖൗലിഹി ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. ദുൽ അർശ് എന്ന് പറഞ്ഞാൽ സാഹിബുൽ അർശ്, അർശിന്റെ ഉടമസ്ഥനാണവൻ. അർശ് എന്ന് പറഞ്ഞാൽ അൽ അർശു ഹുവല്ലദീ ഇസ്തവ അലൈഹി അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉപവിഷ്ടനാകുന്ന സിംഹാസനമാണ് അർശ് എന്നുള്ളത്. വഹുവ അഅ്ലമുൽ മഖ്ലൂഖാത്ത് വഅക്ബറുഹാ വഔസഉഹാ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൃഷ്ടിയും അതേപോലെ തന്നെ ഏറ്റവും ഭീമാകാരമായ പ്രകൃതമുള്ളതും ഏറ്റവും ഉയരങ്ങളിലുള്ളതും ഏറ്റവും വിശാലമായുള്ളതുമാണ്. ഹദീസുകളിൽ അർശുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നു, വഖദ് ജാഅ ഫിൽ അസറി അന്ന അസ്സമാവാതി സബ്അ വൽ അർദീന സബ്അ ബിന്നിസ്ബതി ഇലൽ കുർസി കഹൽകത്തിൻ ഉൽഖിയത് ഫീ ഫലാത്തിൻ മിനൽ അർദ്. അഥവാ കുർസിയെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞാൽ അത് 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയേക്കാളും വിശാലമായുള്ളതാണ്. 7 ആകാശങ്ങളും 7 ഭൂമിയും കുർസിയിലേക്ക് സാമ്യതപ്പെടുത്തുകയാണ് എങ്കിൽ, അതിനുപമിക്കുകയാണ് എങ്കിൽ, ഒരൊഴിഞ്ഞ ഭൂമിയിൽ ഒരു വട്ടക്കണ്ണി ഇട്ടുകഴിഞ്ഞാൽ എത്രമാത്രം അത് വലുതായി തോന്നിക്കുവോ അത്രയും മാത്രമേ അതിന് സമാനമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അഥവാ ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു ചെറിയൊരു വട്ടക്കണ്ണി അവിടെ ഇട്ടുകഴിഞ്ഞാൽ അത് എത്ര വലുപ്പമുണ്ടാകുമോ അത്രയും മാത്രമേ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ചേർത്ത് വെച്ചാൽ കുർസിയിലേക്ക് സമാനപ്പെടുത്തിയാൽ അതിന്റെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അഥവാ ആ കുർസിയുടെ ഒരു മൂലയിലേക്ക് പോലും സമമാകുവാൻ ആകാശങ്ങളും ഭൂമിയും മതിയാവുകയില്ല എന്നുള്ളതാണ്. ഇനി ആ കുർസിയാകട്ടെ, ഇന്ന ഫദ്ലൽ അർശ് അലൽ കുർസി കഫദ്ലിൽ ഫലാത്ത് അലാ ഹാദിഹിൽ ഹൽഖ, അതേ രീതിയിൽ തന്നെ ആ കുർസിയെ അർശിൽ വെക്കുകയാണ് എങ്കിൽ ആ അർശിന്റെ ഒരു മൂലയിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അർശിന്റെ വലിപ്പം അതിനേക്കാൾ എത്രയോ ഭീമാകാരമായിരിക്കും എന്നാണ്. അപ്പൊ അർശിന്റെയും കുർസിന്റെയും വലിപ്പം ചിത്രീകരിക്കുവാൻ നമ്മുടെ മനസ്സുകൾക്ക് സാധിച്ചു കൊള്ളണമെന്നുമില്ല. സുബ്ഹാന ജല്ല വഅല. ശേഷം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, വഇദാ കുന്നാ നുശാഹിദു മിനൽ മഖ്ലൂഖാത്തിൽ മശ്ഹൂദ അൽആൻ അത്തബായുനൽ അലീം ഫി അഹ്ജാമിഹ, നമ്മൾ കാണുന്ന സൃഷ്ടികളുടെ വലിപ്പം തന്നെ അത് ഭീമാകാരമാണ്. ആകാശങ്ങളും ഭൂമിയുമെല്ലാം നമ്മുടെ കണ്ണിൽ ഉള്ള സൃഷ്ടികളാണല്ലോ. ആ സൃഷ്ടികളുടെ വലിപ്പം പോലും ചിത്രീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശേഷം അദ്ദേഹം പറയുന്നത്, ഷംസിന്റെ അഥവാ സൂര്യന്റെ വലുപ്പം ഒരാൾ എനിക്ക് പറഞ്ഞു തരികയാണ്. മുസവറ, ഒരു ഫോട്ടോയായിക്കൊണ്ട് കാണിച്ചു തരികയാണ്. വസൂറത്തുൽ അർദ്, തൊട്ടപ്പുറത്ത് ഭൂമിയുടെ വലുപ്പവും ഫോട്ടോയായി കാണിച്ചു തരികയാണ്, ഒരു ചിത്രം. അപ്പോ ഫവജദ്തു അന്നൽ അർദ് ബിന്നിസ്ബതി ലിഹാദിഹി ഷംസ് കനുഖ്തത്തിൻ ഗൈറ കബീറത്തിൻ ഫീ തബ്സി വാസിഅൻ കബീർ. ഈ ഭൂമിയെ സൂര്യനിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ സൂര്യനിൽ ഒരു നുഖ്തയാകുവാൻ പോലും ഭൂമിക്ക് സാധിക്കുകയില്ല, ഒരു പുള്ളിയാകാൻ പോലും ഭൂമിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അഥവാ വലിയ വിശാലമായ ഭക്ഷണത്തളിക, ആ ഭക്ഷണത്തളികയിൽ ഒരു വറ്റ് ഒരു മൂലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രമാത്രമാണോ ആ വറ്റിനെ വലുപ്പമായി നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത്, അതിന് മാത്രം പോലും സൂര്യനിൽ ഭൂമിക്ക് വലിപ്പമുണ്ടാവുകയില്ല എന്നുള്ളതാണ്.
അപ്പോ അത്രയും വലുപ്പമുള്ള സൃഷ്ടിയാണ് സൂര്യൻ. ആ സൂര്യന്റെയും അതേപോലെ തന്നെ ഭൂമിയുടെയും ഒന്നും വലുപ്പം നമുക്ക് ചിത്രീകരിക്കാൻ കഴിയാത്ത പക്ഷം ആ സൂര്യനും ഭൂമിയും എല്ലാം ഉൾക്കൊള്ളുന്ന ആകാശങ്ങളെക്കാളും സ്പേസുകളെക്കാളും ഗാലക്സികളെക്കാളും എല്ലാം അപ്പുറം അത് ഭീമാകാരമായുള്ള സൃഷ്ടിയായിരിക്കും അള്ളാഹുവിന്റെ അർഷും കുർസിയും എല്ലാം എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കരങ്ങളിലുള്ള നമ്മുടെ കൈവശമുള്ള സൗകര്യങ്ങളും ടെലസ്കോപ്പുകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ മുന്നിലുള്ള സൃഷ്ടികളുടെ വലുപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായ വസ്തുക്കളുടെ സൃഷ്ടികളുടെ വലുപ്പവും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകാതെ ഗോപ്യമായി കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഒരുപാട് സൃഷ്ടി വൈഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാം തന്നെ നമ്മൾ കണ്ടതിനേക്കാൾ എത്രയോ വലുപ്പം ഉള്ളവയായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ പൂർണ്ണമായും വ്യത്യസ്തമായതായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ 85-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് കിട്ടിയ അറിവുകൾ അത് വളരെ കുറച്ചു മാത്രമാണ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മുടെ ദൃഷ്ടികൾക്ക് മറക്കപ്പെട്ടതായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഫൽഹാസിൽ അന്നൽ അർശ് ഹുവ ഹാദാ അല്ലദീ ഹുവ സഖ്ഫുൽ മഖ്ലൂഖാതി കുല്ലിഹാ. അപ്പൊ അർശ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സൃഷ്ടികളുടെയും മേൽക്കൂരയാണ് എന്ന് നമുക്ക് ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാം. അർശുൻ അദീം, ഭീമാകാരമായ അർശ്. ഇസ്തവ അലൈഹി റഹ്മാൻ ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർശിലാണ് ഉപവിഷ്ടനാകുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവ ആയിരിക്കുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ചേർത്ത് വെച്ചാൽ അതിനേക്കാൾ അപ്പുറം എത്രയോ വലിപ്പമുള്ള അർശ്, ആ അർശ് സൃഷ്ടിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, അതിനേക്കാൾ അപ്പുറമുള്ള മറ്റു പലതിനെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അള്ളാഹുവിന്റെ കഴിവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ അള്ളാഹുവിനെയാണ് നാം ആരാധിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നയിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.